വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു ഓപ്പോയുടെ ഒരു അത്യാവശ്യം ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോൺ ഓപ്പോ K12X 5G, ഒരു 17,000 രൂപ റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ലൊരു ഫോൺ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഓവറോൾ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ്, പ്രൈസ്, ഫീച്ചേഴ്സ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒറ്റ വീഡിയോ നോക്കാം. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ടൈം വേസ്റ്റ് ഇല്ല. അപ്പോൾ നേരെ വീഡിയോയിലിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസും വേരിയൻ്റ് തന്നെ പറയാം. രണ്ട് വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് 6GB 128GB വേരിയൻറ്റും പിന്നെ ഒന്ന് 8GB 256GB വേരിയൻ്റ് ആണ് വരുന്നത്. ഇതിൽ ബേസ് മോഡലായിട്ടുള്ള 6GB 128GB വേരിയൻ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 12,999 ആണ്. ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 8GB 256GB വേരിയൻ്റ് പ്രൈസ് 15,999 ആയിട്ടാണ് വരുന്നത്. ബട്ട് ഇത് കൂടാതെ തന്നെ 1000 രൂപയുടെ ഇൻസ്റ്റൻറ്റ് ബാങ്ക് ഓഫർ കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 12,000 രൂപ, അതായത് 11,999 ഒക്കെ തന്നെ ഈ ഒരു ഫോൺ നമുക്ക് ബേസ് മോഡൽ കിട്ടുന്നതായിരിക്കും. അപ്പം ആ ഒരു പ്രൈസ് പോയിന്റിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ദെൻ ഡിസൈൻ, ഈ ഒരു ഡിസൈൻ കാണുന്ന സമയത്ത് തന്നെ ഓൾമോസ്റ്റ് OnePlus Nord CE 4ൻ്റെ ആ ഒരു സെയിം ആയിട്ടുള്ള ഒരു ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഫോണിനും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 25,000 രൂപയുടെ ഫോണിലെ ഡിസൈൻ ഈ ഒരു 12,000 രൂപയുടെ ഫോണിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം അതൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഡിസൈൻ വൈസ് അത്യാവശ്യം നല്ല ഉഗ്രനായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെ ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു കേസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആരാണെങ്കിലും അതൊരു OnePlus Nord CE 4 ആണെന്നേ പറയുള്ളൂ. അപ്പം ഡിസൈൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കോപ്പി അടി ഈ ഒരു ഓപ്പോയുടെ ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈൻ തന്നെയാണ്. സ്ലിം ആയിട്ടുള്ള ഫോണാണ്. 7.68 mm തിക്നെസ് മാത്രമേ വരുന്നുള്ളൂ. 186 ഗ്രാമിൻ്റെ വെയിറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. രണ്ട് കളർ വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് ബ്ലൂവും പിന്നെ വയലറ്റും വരുന്നുണ്ട്. അത് രണ്ടും അത്യാവശ്യം നല്ല നൈസായിട്ടുള്ള കളേഴ്സ് തന്നെയാണ്. പിന്നീട് IP54ൻ്റെ റേറ്റിംഗ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡിസൈന്, ബിൽഡും ക്വാളിറ്റിയും പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡിസൈനും ബിൽഡും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. ദെൻ ഡിസ്പ്ലേ 6.67 ഇഞ്ചിൻ്റെ ഒരു IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ഹൈ റിഫ്രഷ് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. 1000 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചൊക്കെ നോക്കുകയാണെങ്കിൽ അമോലെഡും കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. 120 Hz ഹൈ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. സെൻട്രൽ അലൈൻ ആയിട്ടുള്ള പഞ്ച് ഹോൾ ആയിട്ടാണ് സെൽഫി ക്യാമറ ഒക്കെ തന്നെ കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്ലേ വൈസ് ഇറ്റ്സ് ഓക്കെ. ദെൻ ക്യാമറ ആണെങ്കിൽ 32 MB പ്രൈമറി ക്യാമറ, പിന്നെ ഒരു 2 MB ഡെപ്ത് ക്യാമറയും റിയറിൽ കൊടുത്തിട്ടുണ്ട്. സെൽഫി ആണെങ്കിൽ നമുക്കിവിടെ വരുന്നത് ഒരു 8 MB ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ക്യാമറ വൈസ് അത്യാവശ്യം ഒരു നോർമൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ആണ് ക്യാമറയിൽ വരുന്നത്. ബട്ട് നോർമൽ ആണെങ്കിൽ അത്യാവശ്യം ക്യാമറ വൈസ് നല്ല രീതിയിലുള്ള ക്യാമറ ഔട്ട്പുട്ട് എന്തായാലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബട്ട് ക്യാമറ റിവ്യൂസൊക്കെ തന്നെ എന്തായാലും പോയിട്ട് നോക്കുക. അപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് മാത്രമാണ് ഈ ഒരു ഫോണിൽ ക്യാമറയുടെ കാര്യത്തിൽ പറയാനുള്ളത്. ദെൻ പെർഫോമൻസ് ആണെങ്കിൽ തന്നെ MediaTekൻ്റെ Dimensity 6300 എന്ന അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഒക്കെ തരുന്ന ഒരു ചിപ്സെറ്റ് തന്നെയാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ദ ബെസ്റ്റ് പെർഫോമൻസ് വരുന്ന ഫോൺ തന്നെയല്ല, വേറെയും ഇതിനെക്കാട്ടും നല്ല ബെറ്റർ ആയിട്ടുള്ള ചിപ്സെറ്റൊക്കെ വരുന്ന ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. എന്നാൽ പോലും ഒരു നോർമൽ ആയിട്ടുള്ള രീതി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു നോർമൽ ആയിട്ടുള്ള പെർഫോമൻസ് ഈ ഒരു ഫോണിൽ കിട്ടുന്നതായിരിക്കും. പിന്നീട് ColorOS 14 ആയിട്ടാണ് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത്. Android 14 ആണ് വരുന്നത്. ദെൻ ബാറ്ററി 5000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഒരു ചാർജിങ്ങും ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 15% ആകാൻ അകപ്പാടൊരു 13 മിനിറ്റ്സ് മാത്രം മതി, ഒരു പകുതിയൊക്കെ തന്നെ ആവാൻ. അത്യാവശ്യം നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 13,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു നോർമൽ ആയിട്ടുള്ള പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസ് പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ബിൽഡും ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നീട് ഒരു നോർമലായിട്ടുള്ള ക്യാമറ വരുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ബാറ്ററിയും ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഒരു നോർമലായിട്ടുള്ള ഫോൺ, ഒരു ഓപ്പോയുടെ ഫോൺ എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ അത്യാവശ്യം ഒരു എല്ലാ രീതിയിലും ഒരു ഓൾറൗണ്ട് എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫോൺ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ എല്ലാ രീതിയിലും ഒരു ബെസ്റ്റ് ഫോണായിട്ടൊന്നും ഈ ഒരു ഫോൺ ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. എല്ലാത്ത രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു നോർമൽ ആയിട്ടുള്ള, ബട്ട് എന്നാലും എല്ലാ രീതിയിലും അങ്ങനെ ഏറ്റവും ഒരു മോശം ഫോണായിട്ടും പറയാനില്ല. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ആവറേജ് ആയിട്ടുള്ള നല്ലൊരു ഫോണായിട്ടാണ് തോന്നിയത്. അതായത് ഓപ്പോയുടെ K12X 5G. അപ്പോൾ വാങ്ങുകയാണെങ്കിൽ ആ ഒരു ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് തന്നെ ഫസ്റ്റ് സെയിൽ തന്നെ പോയിട്ട് വാങ്ങാൻ നോക്കുക. അപ്പം റിവ്യൂസ് കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും പോയിട്ട് നോക്കുക. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.